ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപിട്ട വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താ അങ്ങനെ ഒരു ഡിലേക്ക് കാരണം എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത് കേട്ടോ. പഞ്ചാബി ചിക്കൻ സംഭവം സൂപ്പറാണ് കേട്ടോ. ഇതുവരെ പരീക്ഷിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. രണ്ട് കിലോൻ്റെ ഒരു വലിയ കോഴി പീസാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം 1.5 കിലോ ഉണ്ടാവും കേട്ടോ. നമ്മുടെ കോഴിയുടെ വേസ്റ്റൊക്കെ പോയതിന് ശേഷം ഒരു 1.5 കിലോളം ഉണ്ടാവും. അപ്പോൾ ആദ്യം ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈരില്ല അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചിക്കനിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇത് മാറ്റി വെക്കണം. ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെയൊക്കെ അളവും എല്ലാം താഴെ കൊടുക്കുക കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിൽ മാറ്റി നിർത്താനാവാത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് കസൂരി മേത്തി. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിക്ക് ഇത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ നാട്ടിലും ഒക്കെ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഈ കസൂരി മേത്തി. അപ്പോൾ നമുക്ക് ആദ്യം ഈ സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് ബേ ലീഫ്, ചെറിയ ജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്കായൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് കരിയാതെ ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ സവാള, ഇഞ്ചിയും വെള്ളുള്ളിയൊക്കെ ചേർത്ത് ഒരു 4 മിനിറ്റോളം ഒന്നുകൂടെ ഫ്രൈ ആക്കിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ മതി കേട്ടോ. സവാള ഒന്ന് കുഴഞ്ഞ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. വെള്ളുള്ളി ഇഞ്ചിയൊക്കെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് അത് ഇഞ്ചി മാത്രം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇതിവിടെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് അരച്ച് വയ്ക്കാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി ചൂടാറിയിട്ടുണ്ട്, നമുക്കിത് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരയ്ക്കണം കേട്ടോ. എങ്കിലേ ഉള്ളൂ അതിലെ ഗ്രാമ്പൂവും പട്ടയൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇതുപോലെ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ മസാലയിലേക്ക് വേണ്ട എല്ലാ അരപ്പുകളും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് 8 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച സവാളയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4-5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് 2 തക്കാളി ആണെങ്കിൽ ഞാനിത് 3 തക്കാളി എടുത്തിട്ടാണ് അരച്ചത്. ഏകദേശം നമുക്ക് 1.5 കപ്പ് തക്കാളി പേസ്റ്റ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം കൂടി എടുത്ത് അരച്ചത് കേട്ടോ. ഒരു 4 മിനിറ്റിന് ശേഷം തക്കാളി നല്ലപോലെ വഴന്ന് വന്നാൽ നമുക്കതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ചൂടിൽ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായി വഴന്ന് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതുവരെയാണ് നമ്മൾ വഴറ്റേണ്ടത്. ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പാനിൽ ഇത് നല്ലപോലെ മിക്സ് ആക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് വലിയൊരു പോട്ടിലേക്ക് മാറ്റുകയാണ്. ഞാൻ നോക്കിയ സമയത്ത് ഒരു ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഇളക്കണ സമയത്ത് അതൊക്കെ പുറത്തേക്ക് പോവുക, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാൻ മാറ്റിയത്. ഇപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് കലക്കി ഒഴിക്കട്ടെ.
പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ അതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പം മുളക് പൊടിയും ഗരം മസാലയൊക്കെ ലാസ്റ്റിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്നുകൂടെ കൂടും ചെയ്യും, നല്ലൊരു കളറും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ചിക്കന് കുറച്ച് വേവ് കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. ഞാനൊരു 5 മിനിറ്റ് കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെള്ളം ഉള്ള പോലെ ഉണ്ടെങ്കിലും ഇത് ചൂടാറുമ്പോൾ അതൊന്ന് തിക്കായി വരും കേട്ടോ. ഉപ്പെല്ലാം കറക്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം 1 മിനിറ്റ് പാനിലൊന്ന് ചൂടാക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. കസൂരി മേത്തി ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്ലെയിമൊക്കെ ഓഫാക്കി നമുക്ക് അടച്ച് വയ്ക്കാം. അതിലെ സ്മെല്ലെല്ലാം അതിലേക്ക് തന്നെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മുടെ പഞ്ചാബി ചിക്കൻ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെയും കുബൂസിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതിന് വേണ്ടി സുലൈമാനി വൈബ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം ഇൻഷാ അല്ലാ. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റിലും തമ്പനെയിലും ഒക്കെ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് ഈ വൈറ്റ് കളറിൽ കാണുന്നത് എന്നുള്ളത്. എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊട്ടും നിർബന്ധമുള്ള കാര്യമല്ല, ഓപ്ഷണലാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തപ്പോൾ. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ കാണാം. ഓക്കെ, സീ യു, ബൈ.